ഹായ് ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരൻസ്, വിൽബട്ടൺ എഡ്യൂക്കേഷൻസിന്റെ MBBS ഡയറീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോപ്പിൽ MBBSനെ കുറിച്ച് യൂണിവേഴ്സിറ്റി വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാം കരിക്കുലത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അവിടെ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ECTS അഥവാ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്യുമുലേഷൻ സിസ്റ്റം. ECTS എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് പല സ്റ്റുഡൻസും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. യൂറോപ്പിൽ ഹയർ സ്റ്റഡീസിന് പോകുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ECTS അഥവാ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. MBBS, എഞ്ചിനീയറിംഗ്, ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് തുടങ്ങിയ യൂറോപ്പിലെ എല്ലാ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾക്കും ECTS സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്തു വരുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ECTS എന്നത് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം അല്ല. പിന്നെ എന്താണ് ECTS എന്താണെന്നും എങ്ങനെയാണ് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്നും ECTS ഫോളോ ചെയ്യുന്ന കരിക്കുലം പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നും തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ECTS ബ്രേക്ക് ഡൗൺ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെൽക്കം ഓൾ. ECTS എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ അക്കാഡമിക് വർക്ക് ലോഡ് മെഷർ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സിസ്റ്റം ആണ്. പഠന സമയത്ത് തന്നെ ഒരു സ്റ്റുഡൻസ് ഒരു സബ്ജക്ട് അല്ലെങ്കിൽ കോഴ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും വർക്കും ആണ് ഇവിടെ ഇവർ മെഷർ ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്രെഡിറ്റ് ബേസ് ചെയ്താണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമ്പർ ഓഫ് സ്റ്റഡി അവേഴ്സ്, ലേണിംഗ് ഔട്ട്കംസ്, കോഴ്സ് കോംപ്ലക്സിറ്റി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ സബ്ജക്റ്റിലും ക്രെഡിറ്റ്സ് അലോക്കേറ്റ് ചെയ്യുന്നത്. യൂറോപ്പിൽ നിങ്ങളുടെ അബ്രോഡ് ഡിഗ്രി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് പ്രോഗ്രാം ആണോ പഠിക്കുന്നത് ആ ഒരു പ്രോഗ്രാമിന്റെ ECTS നിർണ്ണയിച്ചുള്ള ടോട്ടൽ ക്രെഡിറ്റ്സ് നേടേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ECTS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ECTS ക്രെഡിറ്റ് എന്ന് പറയുന്നത് 25 മുതൽ 30 അവേഴ്സ് ഓഫ് അക്കാഡമിക് വർക്ക് ലോഡ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ നിങ്ങളുടെ ലെക്ചേഴ്സും പ്രാക്ടിക്കൽസും അസൈൻമെന്റ്സും സെൽഫ് സ്റ്റഡി എന്നിങ്ങനെയൊക്കെ എല്ലാതും ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. ഇത്തരത്തിൽ ഒരു വർഷത്തിൽ നിങ്ങൾ നേടാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 60 ക്രെഡിറ്റുകളാണ്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1500 to 1800 അവേഴ്സ് ഓഫ് അക്കാഡമിക്സ് വർക്ക് ലോഡ്. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യൂറോപ്പിൽ ഒരു MBBS സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന MBBS പ്രോഗ്രാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 വർഷമാണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇയറിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 60 ആണ്. സോ 6 വർഷത്തെ MBBS പ്രോഗ്രാമിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ടോട്ടൽ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 6 × 60, അതായത് 360 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. അതായത് ഈ ഒരു 360 ക്രെഡിറ്റ്സ് ആണ് 6 വർഷത്തെ MBBS പ്രോഗ്രാം പഠിക്കുന്നതിലൂടെ ഒരു സ്റ്റുഡന്റിന് നേടാൻ സാധിക്കുന്ന ക്രെഡിറ്റ് പോയിന്റുകൾ. പ്രീ ക്ലിനിക്കൽ സബ്ജക്റ്റുകൾ, ക്ലിനിക്കൽ സബ്ജക്ട്സ്, ക്ലിനിക്കൽ റൊട്ടേഷൻസ്, ഇന്റേൺഷിപ്സ് തുടങ്ങിയ ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് ലഭിക്കുന്ന ക്രെഡിറ്റ് പോയിന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോഴ്സ് ഡിഫിക്കൽറ്റി, സ്റ്റഡി അവേഴ്സ്, ലേണിംഗ് ഔട്ട്കംസ് നോക്കിയാണ് നൽകിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ 4 വർഷത്തെ ബാച്ചിലർ പ്രോഗ്രാമുകൾക്ക് ഏതാണ്ട് 240 ക്രെഡിറ്റ്സും 2 വർഷത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾക്ക് 120 ക്രെഡിറ്റുമാണ് വരുന്നത്. ഇനി 3 വർഷത്തെ PhD പ്രോഗ്രാംസ് അല്ലെങ്കിൽ റിസർച്ച് ഓറിയന്റഡ് പ്രോഗ്രാംസ് ആണെങ്കിൽ യൂറോപ്പിലെ മെജോറിറ്റി യൂണിവേഴ്സിറ്റീസും 180 ടോട്ടൽ ക്രെഡിറ്റ് പോയിന്റ്സ് വരുന്ന സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ECTS എങ്ങനെയാണ് ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ടേബിൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ഇതിൽ നമുക്ക് കാണാം സ്റ്റുഡന്റ് 1, സ്റ്റുഡന്റ് 2 എന്നിങ്ങനെ 6 സ്റ്റുഡൻസ് ഉണ്ട്. ഇതിൽ ഓരോ സ്റ്റുഡന്റിന് ലഭിച്ചിട്ടുള്ള ഗ്രേഡ് A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ്, D ഗ്രേഡ് എന്നിങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് A മുതൽ E വരെ കിട്ടുന്ന ഗ്രേഡുകളെല്ലാം തന്നെ പാസ് ആണ്. ഇനി ഇതിൽ തന്നെ ഗ്രേഡ് F ലഭിച്ച സ്റ്റുഡന്റ് ആണെങ്കിൽ ഫെയിൽ എന്നുമായിരിക്കും അതിനർത്ഥം. ഇനി നമ്മൾ നോക്കുന്നത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം പഠിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയുള്ളതാണ്. യൂറോപ്പിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഏത് കോഴ്സിനും ഒരുപോലെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഉറപ്പുവരുത്തുന്നതിനാൽ തന്നെ ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലും അല്ലെങ്കിൽ USA-ലോ ഓസ്ട്രേലിയയിലോ UK-ലുമായിട്ട് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫർദർ PG പ്രോഗ്രാംസ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ECTS വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ടോപ്പ് കൺട്രീസിലെ യൂണിവേഴ്സിറ്റികൾക്ക് ECTS വഴി തന്നെ ഈസി ആയിട്ട് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ECTS സിസ്റ്റത്തിൽ പഠിച്ചു വരുന്നവർക്ക് എപ്പോഴും കരിയർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട്. യൂറോപ്പിലും കൂടാതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളായിട്ടുള്ള USA, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും ടോപ്പ് റിക്രൂട്ടേഴ്സ് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ECTS ബേസ്ഡ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി സാധ്യതകളും ECTS സിസ്റ്റം പഠിക്കുന്നതിലൂടെ വർദ്ധിക്കുന്നതാണ്. ഇനി നമ്മൾ പെർട്ടിക്കുലർലി MBBS സ്റ്റുഡൻസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് USA അല്ലെങ്കിൽ UK പോലുള്ള ഹൈ പേയിങ് കരിയർ രാജ്യങ്ങളിൽ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അവിടുത്തെ ലൈസൻസിങ് എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ലൈസൻസിങ് എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ECTS പോലത്തെ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് സിസ്റ്റത്തിൽ MBBS കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നതും ഒരു മാൻഡറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുകൂടാതെ മെജോറിറ്റി യൂറോപ്യൻ രാജ്യങ്ങളും സ്കോളർഷിപ്സിന്റെയും വിസ റിന്യൂവൽസിന്റെയും ഭാഗമായിട്ട് സ്റ്റുഡൻസിന്റെ അക്കാഡമിക് പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നതും ECTS സിസ്റ്റം ത്രൂ തന്നെയാണ്. സോ ഓവറോൾ നോക്കുന്ന സമയത്ത് ECTS സിസ്റ്റം പഠിച്ചവർക്കാണ് യൂറോപ്പിലോ അല്ലെങ്കിൽ US-ലോ ഓസ്ട്രേലിയയിലോ UK-ലോ തുടങ്ങിയിട്ടുള്ള ഏത് ഡ്രീം
ഡ്രീം സ്റ്റഡി ഡെസ്റ്റിനേഷൻസിൽ നിങ്ങൾക്കൊരു വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് ഒരു PG ചെയ്യാനോ ഒക്കെ ഈസി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ തന്നെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും എടുത്തു പറയാറുള്ള അക്കാഡമിക് ക്വാളിറ്റിയുടെ വലിയ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ECTS സിസ്റ്റം തന്നെയാണ്. ജർമ്മനി, ഫ്രാൻസ്, ലക്സംബർഗ്, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, സ്വീഡൻ തുടങ്ങിയ യൂറോപ്പിലെ പ്രീമിയർ രാജ്യങ്ങളിലെ എല്ലാ യൂണിവേഴ്സിറ്റീസും ECTS കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. കൂടാതെ ഇന്ന് ഇന്ത്യൻ സ്റ്റുഡൻസ് MBBS പഠിക്കാൻ കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളാണ് റൊമാനിയ, സെർബിയ, ബൾഗേറിയ, ബോസ്നിയ, പോളണ്ട് തുടങ്ങിയ യൂറോപ്പ് രാജ്യങ്ങൾ. ECTS ബേസ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ എല്ലാ മെഡിക്കൽ കരിക്കുലം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ECTS എന്താണെന്നതിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ECTSുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ECTS പോലെ തന്നെ UK ക്രെഡിറ്റ് സിസ്റ്റം, USA ക്രെഡിറ്റ് സിസ്റ്റം, ഓസ്ട്രേലിയൻ ക്രെഡിറ്റ് സിസ്റ്റം എന്നിവയെക്കുറിച്ചും തുടർന്ന് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനോ ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. യൂറോപ്പിലെ MBBSനും മറ്റ് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എബ്രോഡ് MBBSുമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിനായിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിദേശ പഠനത്തിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.